ഹായ്, ഞങ്ങൾ പുറത്തോട്ട് പോവാണ്. രാത്രിയായി കേട്ടോ, ഒരു 7 മണിയായി. അപ്പോൾ നമ്മൾ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ അതേ കാണിച്ചു തരാം. ഇരുട്ടായിരിക്കുകയാണ് ഇവിടെ. ഇങ്ങോട്ടടിക്കണ്ടല്ലേ. നമ്മളിപ്പോൾ നേരെ പോണത് പാർക്കിലോട്ടാട്ടോ. അപ്പോൾ മോൾക്ക് എക്സാം ആയിരുന്നു. എക്സാമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഹോംവർക്ക് ഉണ്ടായിരുന്നു, പിന്നെ പഠിക്കാനും ഉണ്ടായിരുന്നു. അതൊക്കെ പഠിച്ചു കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഒരു 7:15 കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ. ഇപ്പോൾ പാർക്കിലെത്തിയിട്ടുണ്ട്. KS പാർക്കാണ്. അപ്പോൾ ഈ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല നീറ്റാണ് കേട്ടോ അവിടെ. പിന്നെ അധികം സംഭവങ്ങളൊന്നും ഇല്ല, കളിക്കാൻ വലിയ ഒരുപാട് സാധനങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. പിന്നെ സൈഡിലൊക്കെ നമ്മുടെ നാഷണൽ ലീഡേഴ്സിൻ്റെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. പിന്നെ കുറേ നല്ല എന്താ പറയുക പൂക്കൾ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. കാണാനൊക്കെ രസമാണ് അവിടെ വന്നിരിക്കാനും. അങ്ങനെയൊക്കെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം കേട്ടോ ഇവിടെയൊക്കെ. മെയിനായിട്ട് പറയേണ്ടത് ഈ ഒരു സ്ലൈഡ് തന്നെയാണ് കേട്ടോ. ഇത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ അപ്പുറത്ത് കുറച്ച് സിംസോ, അതുപോലെ ഊഞ്ഞാൽ, അങ്ങനെ കുറച്ചൊക്കെ സംഭവങ്ങളുണ്ട്. പിന്നെ ഒരു ബിൽഡിങ്ങിൽ പിന്നെ എന്താ മറ്റേ ഫുട്ബോള്, വീഡിയോ ഗെയിം, അതുപോലെ ടേബിൾ ടെന്നീസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടമായി. അതൊക്കെ നമുക്ക് അകത്തുനിന്ന് കളിക്കാൻ പറ്റിയ സാധനങ്ങളാട്ടോ. പിന്നെ ഇവിടെ കളിച്ചത് മതി എന്ന് പറഞ്ഞിട്ട് അച്ഛനും മോളും കൂടി ആ ഭാഗത്തോട്ട് പോയിട്ടോ. ഈ സൈഡിലുള്ള ബിൽഡിങ്ങിൽ കുറച്ച് ഗെയിംസൊക്കെ ഉണ്ട് കേട്ടോ. ആ ഭാഗത്തായാലും അധികം ഒന്നും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞ കുറച്ച് സീസോ, ഊഞ്ഞാൽ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള കേട്ടോ ഇവിടെ ഞങ്ങൾ. മോൾക്ക് പക്ഷെ ഇവിടെ വരണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ വന്നത്. അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു കിളികളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ കണ്ടിങ്ങനെ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു കേട്ടോ. ഈ ബിൽഡിങ്ങിനകത്ത് കുറച്ച് ഗെയിംസ്, ഞാൻ അപ്പോഴേ പറഞ്ഞ കുറച്ച് ഗെയിംസൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നല്ല പാട്ടൊക്കെ വെച്ച് നല്ല രസമുണ്ട് കേട്ടോ കേൾക്കാനൊക്കെ. അതൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടും, അതുകൊണ്ടാട്ടോ മ്യൂട്ട് ചെയ്ത്. ഈ സൈഡിൽ കാണുന്നുണ്ടോ കുറേ ലോറികൾ. ഇതൊക്കെ KSൻ്റെ കേട്ടോ, KS കാലിത്തീറ്റയുടെ ലോറികൾ ഈ സൈഡിൽ പാർക്ക് ചെയ്തേക്കണത് മുഴുവൻ. അപ്പോൾ KS നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ അവസാനം വീഡിയോയിൽ കാണിക്കാതെ KS കാലിത്തീറ്റയുടെ പോണ വഴിക്ക് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ അപ്പുറത്തെ ഭാഗം കേട്ടോ. അവിടെ ഇത്രയുണ്ടോ, ഇത്രയൊക്കെ ഉള്ളൂ കളിക്കാനൊക്കെ. ഇന്ന് ഞങ്ങൾ ബിൽഡിങ്ങിൻ്റെ അകത്തോട്ട് കയറി. ഇവിടെയാണ് ഇതാ ഞാൻ പറഞ്ഞ ഫുട്ബോള്. മോള് കുറച്ച് നേരം ഇതിനകത്ത് ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അപ്പുറത്ത് വീഡിയോ ഗെയിമൊക്കെ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. അധികം കുട്ടികളൊന്നും ഇല്ലായിരുന്നു, കാരണം എക്സാം ടൈമല്ലേ. അധികം കുട്ടികളൊന്നും ഇല്ലായിരുന്നു ഇവിടെ ഒന്നും. ആരുമില്ല.
ഞങ്ങൾ കുറച്ച് പേരുള്ളായിരുന്നു ഇവിടെ. പിന്നെ ഞാനും ചേട്ടനും കൂടി അപ്പുറത്തെ ടേബിൾ ടെന്നീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും അവിടെ കളിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ കളിക്കണ കണ്ടപ്പോൾ മോൾ ഓടി വന്നിട്ട് എനിക്ക് കളിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങളിത് മേടിച്ച്. ചേട്ടൻ പറഞ്ഞു ഞാൻ കളിക്കുന്നില്ല, നിങ്ങൾ രണ്ടുപേരും കളിക്കുന്നുണ്ട്. വീഡിയോ എടുത്തിട്ടോ. ചേട്ടനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്യാമറ പിടിച്ച് ചേട്ടനെടുത്ത വീഡിയോ കേട്ടോ. ഇങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കളിക്കാനൊന്നും അറിയില്ല. ചേട്ടന് അത്യാവശ്യം അറിയായിരുന്നു. ചേട്ടൻ പറഞ്ഞു തരുമായിരുന്നു ഇങ്ങനെയൊക്കെ കളിക്കുന്നു. എനിക്കും വലുതായിട്ട് അറിയില്ല. ഞാൻ കുഞ്ഞിലൊക്കെ ഒരുപാട് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് കേട്ടോ. ക്രിക്കറ്റ് കളിക്കാൻ പിന്നെ അറിയാം. മോൾക്കാണെങ്കിൽ ഒന്നും അറിയില്ല. മോളാണെങ്കിൽ ഭയങ്കര സ്പീഡിൽ അടിച്ചങ്ങോട്ട് വിടുക കേട്ടോ. കുറേയൊക്കെ അങ്ങോട്ട് കൂടി ഇങ്ങോട്ട് കൂടി കളിക്കാനൊന്നും പറ്റണില്ല. ചുമ്മാ ഈ ബോളെടുക്കാൻ തന്നെ ഓടുമായിരുന്നു ഞങ്ങൾ. രസമായിരുന്നു. ചുമ്മാ ഒരു രസത്തിന് ചുമ്മാ കുറച്ച് നേരം ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. കുറേ നേരം ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എനിക്ക് തോന്നുന്നു കുറച്ച് നേരം കളിച്ച് വന്നപ്പോൾ ഞങ്ങളത് കുറച്ച് ആ ഒരു ഫോമിലെത്തി കേട്ടോ. കുറച്ച് പഠിച്ചു. അപ്പോഴത്തേനും ആ ചേട്ടൻ വന്ന് പറഞ്ഞ് അടയ്ക്കാറായിരുന്നു. പിന്നെ ഞങ്ങൾ പതുക്കെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ബാക്കിലുള്ളതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബാക്ക് സൈഡ്. അപ്പോൾ ഞാനിപ്പോൾ ബാക്ക് സൈഡിലോട്ടൊക്കെ വീഡിയോ എടുക്കാൻ പോയി. അപ്പോഴും അടയ്ക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ അകത്ത് അടച്ച് വരുമ്പോഴത്തേനും നമ്മൾ പുറത്ത് വീഡിയോ ഒക്കെ എടുക്കാം എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇങ്ങനെ പുറത്ത് നിന്നൊക്കെ ഇങ്ങനെ കുറച്ച് വീഡിയോസ് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാൻ. നേരെ റോഡാണ് അതിൻ്റെ സൈഡിൽ. അപ്പോൾ ഉണ്ടോ ഇതിൻ്റെ ഓപ്പോസിറ്റ് അങ്ങോട്ട് ആ ഭാഗത്തേക്ക് വലത് വശത്ത് KS ഉണ്ട് കേട്ടോ. ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം. ഞങ്ങൾ തിരിച്ചു പോകുന്നത് ആ വഴി കൂടെ ആയിരിക്കും. അപ്പം കാണിച്ചു തരാം കേട്ടോ. ഒരുപാടൊന്നും കാണാൻ പറ്റില്ല, ഇരുട്ടല്ലേ. അപ്പോൾ ചെറുതായിട്ട് കാണാൻ പറ്റും, അത്രേ ഉള്ളൂ. പിന്നെ അവിടെ കുറച്ച് മാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും തൊടരുതെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ആരെ തൊടാണ്ടിരിക്കുക. മോൾ ഓടിച്ചെന്ന് തൊടരുതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ തൊടും കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത് നല്ല രസമാണ് കേട്ടോ. ഇറങ്ങാൻ തോന്നില്ല നമുക്കിങ്ങനെ. പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഈ റോഡാണിത്, മെയിൻ റോഡാണ് കേട്ടോ. മെയിൻ റോഡിൻ്റെ സൈഡിലാണ് KS പാർക്ക്. അപ്പോൾ ഞങ്ങളിത് അപ്പുറത്തെ സൈഡിൽ ഒരു ഐസ്ക്രീം പാർലറുണ്ട് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് പോയി കഴിക്കാറുണ്ട്. ഇതാണ് KS കേട്ടോ. ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ അല്ല റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇതിൻ്റെ ബോർഡ് ഈ സൈഡിൽ കാണാം. പെട്ടെന്ന് വണ്ടി പോകണമുണ്ട് കാണുന്നില്ല. അതാണ് KSC കണ്ടോ. KS കാലിത്തീറ്റയുടെ ഇതാണ് ഞങ്ങൾ ഐസ്ക്രീം പാർലറിൽ കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് ഞാൻ ഒരു ചിക്കൻ ബിരിയാണി ഫ്രൈഡ് റൈസും പറഞ്ഞു കേട്ടോ. ചിക്കൻ ബിരിയാണി ആ ബിരിയാണി റൈസ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ മന്തി റൈസ് കൊണ്ട് തന്നു. എനിക്കാണെങ്കിൽ തീരെ ഇഷ്ടമായില്ല മന്തി റൈസ്. എനിക്ക് മന്തി പൊതുവേ എനിക്ക് വലിയ ഇഷ്ടമല്ല. പിന്നെ മഷ്റൂം കറി പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ വീണ്ടും യാത്രയായി. അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ മേടിക്കാൻ പോയിട്ട് അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല. കാരണം ഭയങ്കര തിരക്കായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് ഞാൻ വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു സന്തോഷങ്ങളാട്ടോ ഇതൊക്കെ. ഭയങ്കര രസമാണ്. ഞങ്ങൾ 3 പേരുള്ള ഇങ്ങനെ ഈ യാത്രകൾ എനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ. ഒരുപാട് ദൂരമൊന്നുമല്ല ഞങ്ങൾ പോവാറ്, അടുത്ത് തന്നെയാണ്. പക്ഷേ എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ യാത്രകളൊക്കെ പൊതുവെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.